ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അസാസ്റ്റെക്. നമ്മളിന്ന് പോക്കോ X6-ൻ്റെ ചാർജിങ് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ എൻ്റെ ഫോണിനെ 0% ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. നമുക്ക് ചാർജർ ബോക്സിൻ്റെ അകത്ത് തന്നെ കിട്ടും. സോ നമുക്ക് സ്വിച്ച് ഓൺ ആവുന്നുണ്ട്, നമുക്ക് നോക്കാം. സോ ഗൈസ് 11 മിനിറ്റ് ആവുന്നുണ്ട്. ചാർജ് 29% ആയിട്ടുണ്ട്. സോ ഗൈസ് അറൗണ്ട് 32 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമ്മുടെ ചാർജ് 69% ആയിട്ടുണ്ട്. സോ ഗൈസ് ഏകദേശം 46 മിനിറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ചാർജ് 92% ആയിട്ടുണ്ട്. സോ ഗൈസ് ഫൈനലി നമ്മുടെ ഫോണ് 100% ചാർജിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം 55 മിനിറ്റാണ് ഫുൾ ചാർജ് ആവാൻ എടുക്കുന്നത്. സോ ഗൈസ് നമ്മൾ കണ്ടു, നമ്മുടെ ഫോൺ ഏകദേശം 54 മിനിറ്റ് എടുക്കുന്നുണ്ട് ഫുൾ ചാർജ് ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ 0 to 100 ആണ് ചെയ്തത്. ഷവോമിയുടെ മറ്റേ ബോക്സ് തന്നെ ഉണ്ടായിരുന്ന 67 വാട്ട് ചാർജർ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. ഞാൻ പവർ ഓഫ് ചെയ്തപ്പോഴാണ് ഇത് ചാർജ് ചെയ്തത്. സോ ഇപ്പോൾ പവർ ഓൺ ആയിരുന്നെങ്കിൽ ഒരു 5 മിനിറ്റ് എക്സ്ട്രാ എടുക്കുമായിരിക്കും. നമ്മുടെ ഷവോമി ക്ലെയിം ചെയ്യുന്നത് അറൗണ്ട് 45 മിനിറ്റിലാണ് ഫുൾ ചാർജ് ആവുക എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഏകദേശം 55 അല്ലെങ്കിൽ അറൗണ്ട് 1 അവർ എടുത്തിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിന്റെ ടെമ്പറേച്ചറും ആംബിയൻ ടെമ്പറേച്ചറാണ്. ഞാൻ കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ്. ഇവിടെ അറൗണ്ട് 31-32 ഡിഗ്രി ആണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. സോ നമ്മുടെ ആംബിയൻ ടെമ്പറേച്ചറും ഫോണിന്റെ ടെമ്പറേച്ചറും കൂടുന്നതിനനുസരിച്ച് ചാർജിങ് സ്പീഡ് കുറയും. സോ ഇപ്പം അറൗണ്ട് 25 to 30 വാട്ട് നമുക്ക് ചാർജിങ് സ്പീഡ് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം 65 വാട്ട് അല്ലെങ്കിൽ 67 വാട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഐഡിയൽ കണ്ടീഷനിലായിരിക്കും. അതായത് അതിനനുസരിച്ചുള്ള ടെമ്പറേച്ചറും അത്രയും കൂളിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിലായിരിക്കും അത് ചാർജ് ചെയ്തിട്ടുണ്ടാവുക. അവര് നമ്മുടെ സ്പെസിഫിക്കേഷനിൽ പറയുന്ന അത്രയും വാട്ടേജ് മിക്ക സമയങ്ങളിൽ നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ എത്തില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗെയിം ഒക്കെ കളിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഫോൺ ചൂടായിരിക്കുന്ന സമയത്ത് മാക്സിമം ചാർജ് ചെയ്യാതിരിക്കുക. അതായത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ തന്നെ ഫോണ് സാധാരണ ടെമ്പറേച്ചർ അല്ലെങ്കിൽ തണുത്തിട്ടുണ്ടാവും. സോ അതിനുശേഷം ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അതാകുമ്പോൾ ചാർജിങ് സ്പീഡും കൂടും. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫോണിന്റെ ബാറ്ററിയുടെ ലൈഫും അത് സ്ട്രെങ്തൻ ചെയ്യും. പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഫോൺ ചാർജ് ചെയ്യുന്ന സമയത്ത് അറൗണ്ട് 20 to 80 അകത്ത് തന്നെ വെക്കാൻ ശ്രമിക്കുക. അതായത് ചാർജ് അറൗണ്ട് 20 ആകുമ്പോൾ തന്നെ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. 80 ആകുമ്പോൾ ചാർജിങ് നിന്ന് എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു സമയത്ത് നമ്മുടെ ഫോൺ 0 to 100 വരെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു സൈക്കിൾ ചാർജാണ് സംഭവിക്കുക. നമുക്കറിയാം നമ്മുടെ ഫോണിൻ്റെ അകത്ത് ലിഥിയം അയൺ ബാറ്ററിയാണ്, റീചാർജബിൾ ലിഥിയം അയൺ ബാറ്ററി. അപ്പോൾ ഒരു ലിമിറ്റ് ഉണ്ടാവും അതിന്, റീചാർജിങ് സൈക്കിള് ഒരു ലിമിറ്റ് ഉണ്ടാവും. സോ 0 to 100 ആകുമ്പോൾ ഒരു സൈക്കിളാണ് കംപ്ലീറ്റ് ആവുക. 20 to 80 ആകുമ്പോൾ അറൗണ്ട് 0.17 സൈക്കിളാണ് ആവുക. അപ്പൊ ഈ ഒരു 80 to 100 ആ ഒരു 20% ചാർജിന്റെ സമയത്ത് ഈ 4 ഇരട്ടി, അതായത് 20 to 80 ആവുന്നതിന്റെ 4 ഇരട്ടി ഡീഗ്രഡേഷൻ നമ്മുടെ ബാറ്ററിക്ക് സംഭവിക്കും. അപ്പൊ നമുക്ക് അൺലെസ് നമുക്കിപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ട് വല്ല പരിപാടി ഉണ്ട്, ഒരുപാട് ബാറ്ററി ബാക്കപ്പ് വേണം എന്നുള്ള കേസസ് അല്ലെങ്കിൽ 80 വരെ ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്ത്, ചാർജിങ് സ്പീഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ ഞങ്ങൾ യൂസ് ചെയ്യാറുള്ളത് അക്യൂ ബാറ്ററി എന്നുള്ളൊരു ആപ്പാണ്. അതിന് നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്ത്, പിന്നെ ചാർജിങ് സ്പീഡ്, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ, അതായത് എത്ര ഡാമേജ് സംഭവിക്കും ഒരു ഇത്ര ശതമാനം ചാർജ് ചെയ്യുമ്പോൾ എന്നുള്ളതൊക്കെ കാണിക്കും. അതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സോ ഞാൻ പറഞ്ഞ കാര്യം എപ്പോഴും മൈൻഡിൽ വെക്കുക. ഫോണിന്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബാറ്ററി ഡീഗ്രേഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ചാർജിങ് സ്പീഡ് കുറയുകയും ചെയ്യും. സോ ഫോണ് ഭയങ്കര ഹീറ്റ് ആയിരിക്കുന്ന സമയത്ത് ചാർജ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതിനോടൊപ്പം തന്നെ ഭയങ്കര ചൂടുള്ള, അതായത് ഡയറക്റ്റ് സൺലൈറ്റിലും അങ്ങനെയൊന്നും ഫോൺ അധികം വെക്കാതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നിങ്ങൾ ഏതെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ, അതായത് മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഹെഡ്സെറ്റോ എന്താണെങ്കിലും നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ വേണമെങ്കിൽ ഞങ്ങളെ സമീപിക്കാം. ഇത് നമ്മുടെ വീഡിയോസിന്റെ കമന്റ് സെക്ഷനിൽ ഇടാം, അല്ലെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഞങ്ങൾക്ക് വാട്സാപ്പ് ചാനലും ടെലിഗ്രാം ചാനലും ഉണ്ട്. സോ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഡെയിലി ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളും അതിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.